നമസ്കാരം. ഫേസ്ബുക്കിലൊക്കെ നിയമം സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അന്തം കമ്പനി വക്കീലുണ്ട്. അവരുടെ ഒരു വീഡിയോ കാണാനിട വന്നു. ആദ്യമേ എൻ്റെ വിചാരം ഇവർ സാധാരണക്കാരിയായ വക്കീലെന്നാണ്. പിന്നീട് അവരുടെ പേജ് എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ കാവിന്ദവൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴാണ് അന്തം കമ്പനിയാണെന്ന് മനസ്സിലായത്. അതുവരെ തെറ്റിദ്ധരിച്ച് ഇവരുടെ കുറേ നിയമ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് പേരുണ്ടായിരിക്കാം. അതുകൂടി കൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്തായാലും കേട്ട് നോക്കാം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം പറയണത് നമ്മുടെ ആളുകൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ എന്താ കുഴപ്പം? യുവാക്കൾ പൊതുവെ രാഷ്ട്രീയം ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവർ ഏതോ നിഷ്പക്ഷ വന്നിട്ട് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അന്തം കമ്പനിയാണ്. പിണറായി വിജയനെ വിളിപ്പിക്കാൻ വന്ന മുതലാണ്. അറിയാത്തവരാണെന്നും അവർക്ക് രാഷ്ട്രീയമൊന്നും ഇഷ്ടമല്ലെന്നും അവർ ഈ ടെക്നോളജിക്കൽ വേൾഡിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണെന്നൊക്കെ പൊതുവെ കുറെയൊന്നും വേണ്ട. അത് രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ കഴിഞ്ഞ 26,247 നിയമനങ്ങൾ, അതായത് ഇവർ പറയുകയാണ് 5 വർഷം കൊണ്ട് 2,90,000 നിയമനം നടന്നുവെന്ന്. 10 വർഷം കൊണ്ട് 2,90,000 നിയമനം നടന്നു. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 കൊല്ലം കൊണ്ട് 1,72,000 നിയമനങ്ങളാണ് നടന്നത്. വക്കീൽ വസ്തുത വിളമ്പാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമുക്കും വെക്കേണ്ട കാര്യമില്ല. പക്ഷേ 1,72,000 നിയമനം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ വക്കീൽ തന്നെ പറയുകയാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്കിലെത്തി. ലാഭത്തിലാക്കി ഈ സർക്കാർ. ഇതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. വെന്റിലേഷനിൽ കിടന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയെന്ന്. ഈ സർക്കാർ വന്നതിന് ശേഷം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയെന്നാണ് നിയമസഭയിൽ വെച്ച റിപ്പോർട്ട്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഗ്ലോബൽ ബെഞ്ചിൽ ആദ്യ 5-1 എന്ന മഹത്തായ നേട്ടം കേരളം നേടി. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ ഏതൊക്കെ അറിയാലോ. കുട്ടൻസ് ഡെക്കറേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കോട്ടയത്തുള്ള പന്തൽ പണിക്കാർ ഒരു സ്റ്റാർട്ടപ്പിലാണ്. അപ്പോൾ ഇവരുടെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് അത് വെച്ചിട്ടുള്ള എണ്ണം കൂട്ടിയിട്ടാണ് ഇവർ 1ാം സ്ഥാനത്തെന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 5, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതിൽ 1ാം സ്ഥാനം കേരളം കരസ്ഥമാക്കി. പോയിന്റ് നമ്പർ ആ ചിരി കണ്ടാൽ നമ്മൾ ഓർക്കും എന്തോ മഹത്തായ കാര്യമാണ്. ഇന്ത്യയുടെ ഈ ബിസിനസ് റാങ്കിങ്ങിൽ നമ്മൾ കേരളം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് 18ാമത്തെ റാങ്കായിരുന്നു. അതിൻ്റെ കാര്യം എന്ത് സാധനം കൊണ്ടുവന്നാലും നശിപ്പിക്കാൻ ഇവിടെ CPM ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ്റെ ഭരണത്തിൽ അത് 28ലേക്കാണ് വീണത്. 18ൽ നിന്ന് 28ലേക്ക്. ഒരു കഴിവില്ലാത്ത ഒരുത്തനായതുകൊണ്ട് 28ലേക്കാണ്. അത് കഴിഞ്ഞിട്ട് റാങ്കിങ് വന്നതായിട്ട് അറിയില്ല. പക്ഷേ അതിനുശേഷം ഈ റാങ്കിങ് മോശമായ സംസ്ഥാനങ്ങൾക്ക് ഇത് മെച്ചപ്പെടുത്താനായിട്ടൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. ആ ചെക്ക് ലിസ്റ്റിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഏറ്റവും മോശം സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ചെക്ക് ലിസ്റ്റിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു പട്ടിക വന്നത്. അതിനകത്ത് കേരളം മുന്നേ, അതായത് കേരളമായിരുന്നു ഏറ്റവും പുറകിൽ. അതുകൊണ്ട് ആ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനകത്താണ് ഇത് വന്നത്. അല്ലാതെ ബിസിനസ് റാങ്കിങ്ങിൽ ഒരു റാങ്ക് വന്നിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത, ഗെയിൽ പൈപ്പ്ലൈൻ, ഫോൺ തുടങ്ങിയ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. ഞാൻ ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. വിഴിഞ്ഞം തുറമുഖം വരെ ഈ വക്കീൽ, കോടതിയിൽ വക്കീലന്മാർ നുണ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയ വന്നിട്ട് വക്കീൽ പറയും വിഴിഞ്ഞം തുറമുഖം പിണറായി വിജയൻ, ഗെയിൽ പദ്ധതി പിണറായി വിജയൻ, ദേശീയപാത പിണറായി വിജയൻ. ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ടത്? 6,000 കോടിയുടെ പദ്ധതിയിൽ 7,500 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് മുടക്കാൻ നോക്കിയ ആളാണ് പിണറായി വിജയൻ. എൻ്റെ പൊന്നു വക്കീലെ, നിങ്ങളെപ്പോലെയുള്ളവർ ഇതുപോലെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് വന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുൻകാല വീഡിയോ കണ്ടിട്ടുള്ള പാവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ഗെയിൽ പദ്ധതി മുടക്കിയിട്ടത് ഭൂമിക്കടിയിലെ വാതക ബോംബാണെന്ന് പറഞ്ഞ് അത് മുടക്കിയിട്ടതും നിങ്ങളുടെ ഈ പറയുന്ന വിജയനും സംഘവുമാണ്. ഈ പറയുന്ന ദേശീയപാത ഇവിടെ മുടങ്ങിക്കിടക്കാൻ കാരണം നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമമില്ലാത്തതുകൊണ്ടാണ്. അത് ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതുകൊണ്ടാണ് ദേശീയപാത നടന്നു പോകുന്നത്. അതിനകത്ത് വിജയനോ ഈ പറയുന്ന നിങ്ങളുടെ മോദിക്കോ അതിനകത്തൊന്നും ഒരു പങ്കുമില്ല. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് യുവാക്കൾക്ക് തൊഴിലവസരം ഉണ്ടാക്കി, മറ്റതുണ്ടാക്കി, മറിച്ചുണ്ടാക്കി എന്നും പറഞ്ഞ് തള്ളിപ്പിടിപ്പിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും കള്ളമാണ് വക്കീലെ. വക്കീൽ ചുമ്മാ കോടതിയിലെ വാചാടോപം പോലെ തന്നെ ഇവിടെ വന്ന് പറഞ്ഞാൽ വസ്തുതകളല്ലാതാകില്ല. ഇത്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ കേസ് ജയിക്കാൻ കഴിയും. ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ വഞ്ചിക്കരുത്. 10 കൊല്ലം ഭരിച്ചിട്ട് കേരളത്തിലൊരു പദ്ധതി പോലും കൊണ്ടുവരാത്ത ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അയാൾക്കെതിരെയുള്ള ജനവിധിയായിരിക്കണം ഇനി ഇവിടെ വരേണ്ടത്. അത് നാടിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്.